സുഭാഷിതം. മനുജന്നു ഭൂഷണം പൊൻപണ്ടമല്ലിതു വിനയമനോജ്ഞമാം വാണി. അതെ, വെട്ടിത്തിളങ്ങുന്ന സ്വർണ്ണാഭരണത്തേക്കാൾ വിനയത്താൽ മനോഹരമായ വാക്കുകളാണ് മനുഷ്യന് ഏറ്റവും അലങ്കാരമായിട്ടുള്ളത്. മൗനം വിദ്വാനുഭൂഷണം. സംസാരിക്കാതിരിക്കുന്നത് സംസാരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണെന്നാണ് ഇതിനർത്ഥം. എന്നാൽ സത്യമായത് പ്രിയങ്കരമായി പറയുകയാണെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠം. അടുത്തിടെ വായിച്ച ഒരു കഥ ഓർക്കുകയാണ്. റോഡരികിൽ ഒരു കുട്ടി ഇരിക്കുകയാണ്. അടുത്തു തന്നെ ഒരു തൊപ്പി മലർത്തി വച്ചിരിക്കുന്നു. ചെറിയൊരു പ്ലക്കാർഡ് പിടിച്ചാണ് അവന്റെ ഇരിപ്പ്. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാൻ അന്ധനാണ്, ദയവായി എന്നെ സഹായിക്കുക. തിരക്കുകൾക്കിടയിൽ പലരും ആ കുട്ടിയെ കണ്ടതേയില്ല. കണ്ടാൽ തന്നെ കണ്ടതായി നടിച്ചതുമില്ല. അതിനാൽ വളരെ കുറച്ച് നാണയം മാത്രമേ ആ തൊപ്പിയിൽ വീണുള്ളൂ. അപ്പോഴാണ് അതുവഴി വന്നൊരാൾ ഏതാനും നാണയങ്ങൾ പോക്കറ്റിൽ നിന്ന് തൊപ്പിയിലിടുകയും കുട്ടിയുടെ കയ്യിലിരുന്ന ബോർഡ് വാങ്ങി അതിലെന്തോ എഴുതി തിരികെ കൊടുക്കുകയും ചെയ്തത്. എന്നിട്ട് ഒന്നും പറയാതെ അയാൾ പോവുകയും ചെയ്തു. പുതിയ പ്ലക്കാർഡ് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു. ആളുകൾ ഒരു നിമിഷം അവിടെ നിന്ന് വായിച്ചു. എന്നിട്ട് പണമെടുത്ത് തൊപ്പിയിലിട്ടു. ബോർഡ് തിരുത്തിയെഴുതിയ ആൾ വൈകുന്നേരം തിരികെ വന്നു. അയാളുടെ കാൽപ്പെരുമാറ്റം തിരിച്ചറിഞ്ഞ കുട്ടി അയാളോട് ചോദിച്ചു: നിങ്ങളല്ലേ ഇന്ന് രാവിലെ ഞാൻ പിടിച്ചിരുന്ന ബോർഡ് തിരുത്തിയത്? അത് വായിച്ചിട്ട് ഒരുപാട് ആളുകൾ എനിക്ക് പണം തന്നു. എന്നാൽ എനിക്കിത് വായിക്കാനാകുന്നില്ല. എന്താണ് നിങ്ങൾ എഴുതിയത്? പറയൂ. അയാൾ പറഞ്ഞു: നീ എഴുതിവച്ച കാര്യം വേറൊരു തരത്തിൽ എഴുതിയെന്നു മാത്രം. എന്താണങ്ങ് എഴുതിയത്? അവൻ ചോദിച്ചു. മനോഹരമായൊരു ദിവസമാണിന്ന്, പക്ഷേ എനിക്കിത് കാണാൻ കഴിയുന്നില്ലല്ലോ. കാഴ്ചയില്ലാത്ത വ്യക്തിയാണെന്ന് 2 ബോർഡിലും പറയുന്നുണ്ടെങ്കിലും രണ്ടാമത്തേതിൽ വലിയൊരു സന്ദേശം കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. ഈ മനോഹര ദിനം അതിന്റെ എല്ലാ ഭംഗിയോടും കൂടി കാണാൻ കഴിയുന്ന നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കും. കാണാനുള്ള ഭാഗ്യം ലഭിച്ചവരുടെ കൃതജ്ഞതയായിരുന്നു പിന്നീട് തൊപ്പിയിൽ വീണ നാണയത്തുട്ടുകൾ. നോക്കൂ, ഒരേ കാര്യം തന്നെ വാക്കുകളിൽ ചെറിയൊരു മാറ്റം വരുത്തി പ്രയോഗിച്ചപ്പോൾ എത്ര വലിയ അർത്ഥവ്യത്യാസമാണ് സംഭവിച്ചത്. ഇതുതന്നെയാണ് ആശയവിനിമയത്തിന്റെ ശക്തിയും മനോഹാരിതയും. ഭാഷ നമ്മുടെ ഉള്ളിലുള്ള വിചാരങ്ങളെയും വികാരങ്ങളെയും പ്രകാശിപ്പിക്കാനുള്ള ഉപാധിയാണ്. അതുകൊണ്ടുതന്നെ ഉച്ചരിക്കപ്പെടുന്ന വാക്കുകൾ ഏതു ഭാവത്തിലാണ് ശ്രോതാവ് സ്വീകരിക്കാൻ പോകുന്നത് എന്ന ബോധം പറയുന്നയാൾക്ക് ഉണ്ടായിരിക്കണം. അത് കേൾക്കുന്നവർക്ക് പ്രിയമായി തോന്നണം. അതായത് സത്യം പറയരുതെന്നല്ല ഇതിനർത്ഥം. അത് പ്രിയമാകത്തക്ക വിധത്തിൽ വേണം അവതരിപ്പിക്കാൻ. കണ്ണു നിറയ്ക്കാനും മനസ്സ് നിറയ്ക്കാനും പറയുന്ന വാക്കുകൾക്ക് കഴിയും. സത്യം മറച്ചുവച്ച് പ്രിയം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ കേൾക്കുന്നയാൾക്ക് ചെയ്യുന്ന തെറ്റുകൾ മനസ്സിലാകാതെ വരികയും അതുതന്നെ ആവർത്തിക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരുടെ ഇഷ്ടം പിടിച്ചുപറ്റുന്നതിനു വേണ്ടി ഇല്ലാത്ത ഗുണങ്ങളെ പ്രശംസിച്ച് നടക്കുന്നവർ സ്വാർത്ഥലാഭത്തിനു വേണ്ടിയാണ് അപ്രകാരം ചെയ്യുന്നത് എന്ന തിരിച്ചറിവ് കേൾക്കുന്നവർക്കും ഉണ്ടായിരിക്കണം. ആരെയും കുറ്റപ്പെടുത്താതെയും ആരെയും വെറുപ്പിക്കാതെയും ആരെയും വേദനിപ്പിക്കാതെയും കഴിയുന്നവർക്കാണ് സമൂഹത്തിൽ സ്ഥാനമുള്ളത്. അതിന് അവരുടെ വാക്കുകൾ പ്രിയതരമായിരിക്കണം. അതിന് സങ്കുചിതമായ വേലിക്കെട്ടുകളിൽ നിന്ന് വിശാലമായൊരു തലത്തിലേക്ക് നാം ഉയരേണ്ടതുണ്ട്. ഓരോ വാക്കിനും നമ്മുടെ വ്യക്തിത്വത്തിന്റെ വിലയുണ്ട്. അതുകൊണ്ടുതന്നെ വാക്കുകൾ എങ്ങനെ പ്രയോഗിക്കണമെന്ന് അറിയേണ്ടതുണ്ട്. ഓരോ വാക്കും അർഹതയുള്ളിടത്തു മാത്രം പ്രയോഗിക്കുക. വാക്കിനോളം തൂക്കമില്ലി ഊക്കൻ ഭൂമിക്കു പോലുമേ എന്നാണ് കുഞ്ഞുണ്ണിമാഷ് പറഞ്ഞിരിക്കുന്നത്. നാം പ്രയോഗിക്കുന്ന വാക്കിന്റെ തൂക്കം എത്രയാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ. അതായത് വാക്കിന്റെ വില നമ്മൾ മനസ്സിലാക്കണമെന്നും അതനുസരിച്ചു മാത്രമേ വാക്കുകൾ പ്രയോഗിക്കാവൂ എന്നുമാണ് മാഷ് അർത്ഥമാക്കുന്നത്. പറഞ്ഞ വാക്കുകൾ ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ടുതന്നെ തിരിച്ചെടുക്കാൻ പറ്റാത്ത വാക്കുകൾ നാം പ്രയോഗിക്കരുത്. അതിനാൽ ആദ്യം പറഞ്ഞ കഥയിലേതുപോലെ നമ്മുടെ വാക്കുകൾ നമുക്ക് മനോഹരമാക്കാൻ ശ്രമിക്കാം. സുഭാഷിതം. അവതരിപ്പിച്ചത് ഡോക്ടർ എസ് തനൂജ.